കാട്ടകാമ്പാലിൽ കെ ജയശങ്കർ പ്രസിഡന്റ് ആകും. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന കാട്ടകാമ്പാലിൽ മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസിന്റെ തീപ്പൊരി പ്രാസംഗികൻ കൂടിയായ കെ ജയശങ്കറിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തീരുമാനിച്ചു. KPCC ജനറൽ സെക്രട്ടറി ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി ചടങ്ങിൽ പാർട്ടി നിരീക്ഷകനായി എത്തിയിരുന്നു. കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന DCC സെക്രട്ടറി TS അജിത് എന്നിവരും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സന്നിഹിതരായിരുന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി ചടങ്ങിന് നേതൃത്വം നൽകി. MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കാട്ടകാമ്പാലിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നത്. 1995-ൽ ജയശങ്കറിന്റെ പിതാവായ KT ശങ്കരപ്പണിക്കർ എന്ന അപ്പു മാസ്റ്ററാണ് അവസാനത്തെ കോൺഗ്രസിന്റെ ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ്. അച്ഛന്റെ പിന്തുണയുമായി വരുന്ന ജയശങ്കർ ഒരു നിയോഗം പോലെയാണ് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരം നടന്ന കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലാത്ത പുതുതായി രൂപീകരിച്ച പഴഞ്ഞി ഈസ്റ്റ് 11-ാം വാർഡിൽ നിന്നാണ് ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് ജയശങ്കർ വിജയശ്രീലാളിതനായത്. 2020 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാലിൽ കോൺഗ്രസിന് 16-ൽ 3 സീറ്റാണ് ലഭിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ വാർഡ് വിഭജനം നടത്തിക്കൊണ്ടായിരുന്നു LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുതിർന്ന CPM നേതാക്കൾ പുറത്തിരുന്ന് പുതുമുഖങ്ങളെയും പരിചയസമ്പത്തുള്ളവരെയും കളത്തിലിറക്കിയപ്പോൾ തങ്ങൾക്ക് ഹാർട്ടിക് വിജയം ഉണ്ടാകുമെന്ന് LDF ക്യാമ്പുകൾ ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതിനു പകരമായാണ് കെ ജയശങ്കർ എന്ന യുവ തുർക്കിയെ രംഗത്തിറക്കി പോരാടാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒറ്റക്കെട്ടായി തീരുമാനിച്ചത്. ഈ ഘട്ടത്തിലാണ് ജയശങ്കറിനെ എതിരിടാൻ മത്സരത്തിൽ നിന്ന് തുടക്കം മുതലേ ഒഴിഞ്ഞു നിന്നിരുന്ന പഴഞ്ഞിയുടെ ഹൃദയം കഴിഞ്ഞ 10 വർഷമായി കവർന്ന് ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ട ഷാജൻ മാസ്റ്ററെ LDF രംഗത്തിറക്കിയത്. BJPക്ക് 300-ലധികം വോട്ട് ബാങ്കുള്ള ഈ വാർഡിൽ കുന്നംകുളം BJP പ്രസിഡന്റ് PJ ജെബിൻ കൂടി എത്തിയതോടെ മത്സരഫലം പ്രവചനത്തിന് അതീതമായി. കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്ലാനിംഗ് നടത്താൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രചരണ രീതികളെത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM അലിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വവും തങ്ങളുടെ നേതാവിനെ വിജയിപ്പിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നിന്നു. ഈ തീരുമാനമാണ് പഞ്ചായത്തിൽ ഹാർട്ടിക് ഭരണമെന്ന LDFന്റെ പ്രതീക്ഷകളെ തകർത്തത്. ഇവിടെ LDF 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വാർഡ് വിഭജനം അനുകൂലമാക്കിയിട്ടും പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ട് LDF ക്യാമ്പുകൾ നിരാശ പുലർത്തി. 3 തവണ കോഴിക്കോട് സർവകലാശാല കൗൺസിലർ, KSU തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. മികച്ച പൊതുപ്രവർത്തകനുള്ള അംബേദ്കർ അവാർഡ് ജേതാവ് കൂടിയാണ് ജയശങ്കർ. വൈസ് പ്രസിഡന്റായി ജെറുസലേം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മിനി ടീച്ചറെയും പാർട്ടി തീരുമാനിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനത്തിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരവും നൽകി. 27-നാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്.